ഒരു ജിംബൽ പരിചയപ്പെടുത്താലോ. അവർ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് പരിചയപ്പെടുത്തി തരുന്നതാണ്. ആ പരിചയപ്പെടുത്തി തന്ന ചാനലിൻ്റെ പേര് ടിൻഫോ മീഡിയ. വീഡിയോ കണ്ടാലോ. ഞാനിന്ന് കാണിച്ചു തരുന്നത് ഒരു ട്രൈപോഡിൻ്റെയാണ്. ട്രൈപോഡ് വിത്ത് ജിംബലാണ്. വീക്കോളിൻ്റെയാണ് ജിംബൽ, ട്രൈപോഡ്, സെൽഫി സ്റ്റിക്ക് 3ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യം ഞാനത് കറിയിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അത് വയ്ക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഗ്രീൻ ലൈറ്റ് വരും. ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിങ്ങനെ മോഡിലേക്ക് ആക്കാൻ പറ്റും. ഇവിടെ ഫോൺ വയ്ക്കാനാണെന്നെങ്കിൽ ഫോൺ വയ്ക്കാനുള്ള ഇത് ഓപ്പൺ ചെയ്യാനുണ്ട്. എന്നിട്ട് നമുക്കിതിവിടെ ഫോൺ വെച്ച് കൊടുക്കാം. എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ തെന്നി താഴേക്ക് പോരില്ല കേട്ടോ. പ്രൊട്ടക്ഷൻ ഉണ്ട്. ദേ ജിംബലായിട്ട്, ട്രൈപോഡായിട്ട്, സെൽഫി സ്റ്റിക്കായിട്ട്. പിന്നെ ഇത് നമുക്കത് ഇവിടെ ഇതിങ്ങനെ മൂവ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്കിവിടെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും, മൂവ് ചെയ്യത്തില്ല. സെൽഫി സ്റ്റിക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. ആ ലോക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഇത് മൂവ് ആവത്തുള്ളൂ. ഇത് അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അത് മാറ്റിയാൽ മാത്രമേ പിന്നെ നമുക്കിതിനനുസരിച്ചിട്ട് മൂവ് ആവുള്ളൂ. പിന്നെ നമുക്കിത് ഇവിടെ ഒരു നമുക്ക് ഇതിന് ഒരു റിമോട്ട് വരുന്നുണ്ട്. സെൽഫിക്കൊക്കെ റിമോട്ട്, ബ്ലൂടൂത്ത് റിമോട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇത് നമുക്ക് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. നമുക്കിത് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുക. ഇത് കണ്ടോ, ഇതിവിടെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മളിത് വയ്ക്കുന്ന അനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ഹൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതേ ട്രൈപോഡായിട്ട് ഫോണോടെ ഇരിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതിപ്പോൾ നമുക്കിതൊരു ട്രൈപോഡാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റിമോട്ട് നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ പ്ലേസ് ചെയ്ത് കീപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇത് റീചാർജബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കേബിളും കൂടെ വരുന്നുണ്ട്. നമ്മളുടെ ഹുവൈയുടെ നോക്കിയുടെയൊക്കെ ചാർജറില്ലേ, അപ്പം അതിൻ്റെ തന്നെ ഒരു കേബിൾ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിമോട്ട് ബാറ്ററിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ എല്ലാം വരുന്നത് ചാർജിങ്ങിലാണ്. അപ്പോൾ നമുക്കൊരു ചാർജറും കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇത് നമുക്കിതിപ്പോൾ ഒരു ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടത് മറിഞ്ഞൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മളിത് പുറവശത്തേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇത് പുറവശത്തേക്ക് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറിഞ്ഞു പോകും, വെയിറ്റ് നിൽക്കും. പക്ഷെ നമ്മളുടെ ഈ കറക്റ്റ് പൊസിഷൻ ഇങ്ങോട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ മറിഞ്ഞു പോകാണ്ട് കിട്ടുന്നുണ്ട്. അതായത് ക്രാഫ്റ്റ്, കുക്കിങ്, കിച്ചൺ വീഡിയോയ്ക്കൊക്കെ നമുക്കിത് ട്രൈപോഡായിട്ടൊക്കെ വെക്കാൻ പറ്റും, പ്രശ്നമില്ല. വ്ളോഗ് എടുക്കുന്നവർക്ക് വ്ളോഗൊക്കെ എടുക്കാം. പിന്നെ ഇത് നമുക്ക് അത്യാവശ്യം ഒരു സെൽഫി സ്റ്റിക്കായിട്ട് നമുക്ക് എടുക്കാം. കണ്ടോ, അത്യാവശ്യം നമുക്കിതൊരു സെൽഫി സ്റ്റിക്കായിട്ട് എടുക്കാം. ഈ വ്ളോഗ് അല്ലെങ്കിൽ ദൂരമുള്ളിടക്ക് എടുക്കുന്നവർക്കാണെങ്കിൽ അത് ഷെയ്ക്ക് ആവാണ്ട് തന്നെ ക്യാമറ നമുക്ക് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ ലോക്ക് ഇതിവിടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത് ലോക്ക് വീട്ടില്ല കേട്ടോ. ലോക്ക് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സെൽഫി സ്റ്റിക്കായിട്ട് എടുക്കാം. ഹൊറിസോണ്ടൽ എടുക്കാം, വെർട്ടിക്കൽ വേണ്ടത് വെർട്ടിക്കൽ നമുക്ക് എടുക്കാം. കണ്ടോ, ലോക്കായിട്ട് അവിടെ ഇരുന്നോളൂ. ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്യും. ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇത് കൊണ്ടിട്ട് ഒരു സെക്കൻഡ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ലോക്കാണ്. സെൽഫി സ്റ്റിക്കായിട്ട് എടുക്കാം, ട്രൈപോഡായിട്ട് എടുക്കാം, ജിംബലായിട്ട് എടുക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2424 രൂപയായിരുന്നു. ഇപ്പോൾ ഞാനത് ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ റേറ്റ് ഒരു 2700 അതിൽ കാണുന്നുണ്ട്. പക്ഷേ യൂസാണ്, മൂന്നിലും യൂസാണ്. 200 രൂപ 300 രൂപ കൊടുത്ത് നമ്മൾ 3-4 ട്രൈപോഡ് അല്ലെങ്കിൽ വേറെ യൂസിന് വാങ്ങിക്കുന്നതിനേക്കാളും റേറ്റ് കുറവാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെമോ കാണിച്ച ഫോണ് ഒരു J7 Pro സെറ്റാണ് കാണിച്ചത്. കണ്ടോ, അതിൻ്റെ അത്രയും വലിപ്പം അതിന് വരുന്നുള്ളൂ. ബാഗിലൊക്കെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഹാൻഡ് ബാഗിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. ആ ലെങ്ത്തേ വരുന്നുള്ളൂ, വെയിറ്റും അധികം വരുന്നില്ല, കുറച്ച് വെയിറ്റേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാഗിലൊക്കെ വെക്കാവുന്നേ ഉള്ളൂ. ഫോണിൻ്റെ അത്രയും തന്നെ നമുക്ക് വെയിറ്റും വലിപ്പവും ഒക്കെ വരുന്നത് അത്രേ വരുന്നുള്ളൂ.